2018 കേരളത്തിലെ പ്രളയം അത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണോ? അങ്ങനെ ആരോപണമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. ഇപ്പം മാത്യു കുഴൽനാടൻ അദ്ദേഹം ഒരു ഫോൺ സംഭാഷണം പല സ്വകാര്യ കമ്പനികൾക്കും വേണ്ടിയിട്ട് അവർക്ക് മണലടക്കം കടത്തുവാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതിനാണ് വെള്ളം തുറന്നു വിടാതിരുന്നത് ആദ്യഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇത് ഏറ്റവും ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതിൽ ഒരുപക്ഷെ ശബരിമല കൊള്ളയേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതും ഗുരുതരവുമായ ആരോപണമാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തു വിട്ടിരിക്കുന്ന ഫോൺ സംഭാഷണം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം ശബരിമല കൊള്ള എന്ന് പറഞ്ഞാൽ സ്വത്ത് പോയി, സ്വർണം പോയി, അല്ല ദേവസ്വത്തിൻ്റെ സ്വത്ത്, അല്ലെ അമ്പലത്തിൻ്റെ സ്വത്ത്, അയ്യപ്പൻ്റെ സ്വത്ത്, നമ്മുടെയൊക്കെ സ്വത്ത് എന്ന് പറയാം. പക്ഷേ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. കൊലപാതകമില്ല അവിടെ, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുന്നില്ല. ഇവിടെ പർപ്പസ്ഫുള്ളായിട്ട് അപകടമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട്, ഉണ്ടാകണം, അപകടം ഉണ്ടായാൽ മാത്രമേ തങ്ങളുടെ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ട് ഏതാനും മണൽ കോൺട്രാക്ടർമാർ, മാതാ സോയിൽ നോമറ്റ് അവരുടെ പേര്, ആ കമ്പനിയുടെ പേര്, തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വലിയ കമ്പനിയാണ് അവർ. ഇവർ നമ്മുടെ വേമ്പനാട് കായലിൽ ചേരുന്നിടത്ത് അറബിക്കടലുമായിട്ട് ചേരുന്ന തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞ ഒരു സ്പിൽവേ, അവിടെ കോൺട്രാക്ട് കരമണൽ കോൺട്രാക്ട് ചെയ്യാനായിട്ട് 62 രൂപ, ക്യൂബിക് മീറ്ററിന് 62 രൂപ വിലയ്ക്കാണ് അവർ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ക്യൂബിക് മീറ്ററിന് 62 രൂപ. അവർ അത് വിൽക്കുന്നത് അവിടുന്ന് തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ, കടലിൽ നിന്ന് അത് ഊറ്റിയെടുത്ത് അല്ലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മറിച്ച് വിൽക്കുന്നത്, ഈ കോൺട്രാക്ടർമാർ മറിച്ച് വിൽക്കുന്നത് 2000 രൂപയ്ക്കാണ്. അതായത് 1938 രൂപ ഒരു ക്യൂബിക് മീറ്റർ മണലിൽ ആർക്ക് ലാഭം കിട്ടും? ഈ കോൺട്രാക്ടർമാർക്ക് ലാഭം കിട്ടും. എത്ര ടണ്ണ്, ആയിരക്കണക്കിന് ടണ്ണ് മണലാണ് ഇങ്ങനെ അവിടുന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് പ്രളയം വന്നു, വെള്ളപ്പൊക്കം വന്നു, ആറുകളെല്ലാം നിറഞ്ഞു. അങ്ങോട്ട് പോകുന്ന മണിയാർ പുഴയാണ് ആ ഭാഗത്ത് ചെല്ലുന്നത്. ആ മണിയാർ പുഴ നിറഞ്ഞു കവിഞ്ഞ് വരുമ്പോൾ അത് സ്പിൽവേ കടന്നു പോയാൽ ആ വെള്ളപ്പൊക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിൽവേ എന്ന് പറഞ്ഞുള്ള വർക്കിംഗ് അറിഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വേമ്പനാട്ട് കായലിൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം നിയന്ത്രിക്കാനും, അത്യാവശ്യം വന്നാൽ ശുദ്ധജലം കെട്ടി നിർത്തി ആറിലെ ജലം നിയന്ത്രിക്കാനും വേണ്ടി പണിതിരിക്കുന്ന സ്പിൽവേയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലൊരു സംഭവമായിരുന്നു, ജലസേന സംഭവമായിരുന്നത്. അവിടെ മണൽ തുറന്നു വിട്ടാൽ ഈ ആറ്റിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയിൽ എന്ത് പറ്റും? അവിടെ കെട്ടിക്കിടക്കുന്ന കോടാനുകോടി രൂപയുടെ മണ്ണ് ഒഴുകി കടലിലേക്ക് പോകും. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റിയ പ്രയാസമാണ്. അതുകൊണ്ട് ബോധപൂർവം അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൂടെ ചേർന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ട് പോലും, തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ട് പോലും തുറന്നു വിടാൻ തയ്യാറായില്ല. ഡാം മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റികൾ പറഞ്ഞിട്ട് പോലും അതോറിറ്റിയിൽ തന്നെ ഇതിൻ്റെ പേരിൽ ഭിന്നത ഉണ്ടാവുകയാണ്. എന്നിട്ട് മാത്യു ടി തോമസ് യാതൊരു ഇതുണ്ടാവില്ല. ആ മാത്യു തോമസിനുള്ള ഇൻട്രൊഡക്ഷൻ, അവൻ പുണ്യാളനായിട്ട് നടിക്കുകയാണ്. മാത്യു തോമസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു പുരോഹിതൻ്റെ അച്ഛനാണ്, പള്ളിയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്, വിശ്വാസിയാണ്. ഇതിൻ്റെ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം എന്ത് പദവിയാണ് കൊടുക്കുന്നത്? വിശുദ്ധ പദവി കൊടുത്തപ്പം റോമിൽ പോയി അനുഗ്രഹം വാങ്ങാനും സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് റോമിലേക്ക് പറഞ്ഞു വിട്ടത് മാത്യു ടി തോമസിനെയും തോമസ് ഐസക്കിനെയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം സഭയിലും സർക്കാരിലും സ്വാധീനമുണ്ടായിരുന്ന ജനതാദളിൻ്റെ പ്രതിനിധിയാണ് മാത്യു ടി തോമസ്. വളരെ ശാന്തനും, അറിയാവുന്ന ഒത്തിരി കഥകളാണ്. അത്രയ്ക്ക് മാത്രം പാവമായിരുന്ന മാത്യു ടി തോമസാണ് ഈ കൊടും ക്രൂരതയ്ക്ക്, അതായത് മദർ തെരേസയുടെ ഇതിന് വരെ പോകാൻ, വിശുദ്ധ ദൈവതുല്യമായ പദവിയുടെ അവിടെ പോകാൻ വരെ അനുഗ്രഹം കിട്ടിയ മാത്യു ടി തോമസാണ് ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നത്. ക്രൂരത എന്ന് പറഞ്ഞാൽ വാക്ക് പോരാ, കൊലപാതകത്തിന് കൂട്ടുന്നത്. എന്തായാലും നമുക്ക് ഇപ്പം ആ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ആ ഞെട്ടിപ്പിക്കുന്ന ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. അതൊന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും ചവേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്,
ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചവേണ്ട പറയാം. മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ, ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റ് നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ് ഇതിൽ വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പും അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാനൂറ്റം പറഞ്ഞിട്ടല്ലേ വിളിക്കുള്ളൂ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരി മാതാ കമ്പനിക്ക് വേണ്ടിയായിരുന്നു. അതേപോലെ അതിന്റെ കാരണം എന്ന് പറയുന്നത് മണൽ നീക്കം ചെയ്യാൻ കരാറുകാരെ സഹായിക്കാൻ ബോധപൂർവം സ്പിൽവേ തുറക്കാതെ വൈകിപ്പിച്ചു. ഇതിലൂടെ ഒരു 500 കോടി മുതൽ 1000 കോടി വരെ സഹായം സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കട്ടെ എന്ന കാരണത്താൽ സർക്കാർ ഒന്ന് കണ്ണടച്ചു. നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിന്റെ പ്രളയം 2018 അത് വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒഴിവാക്കാമായിരുന്നു. ആ അതിന്റെ ഒരു വ്യാപ്തി ഒഴിവാക്കാമായിരുന്നു. നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് ഡാമൊക്കെ തുറന്നു വിടാൻ സർക്കാരിന് ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇതെല്ലാം കൂടി ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ എല്ലാ ഡാമും കൂടി ഒരുമിച്ച് അങ്ങ് തുറന്നു വിടുകയും പല സ്ഥലങ്ങളിലും വെള്ളം കയറി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളാണ് നായകരെന്ന് പറഞ്ഞ് സ്വയം ചമയാൻ ഒരു നാണവും ഇല്ലാതെ ആരാണ് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ? വളരെ നല്ല റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് വീണ ജോർജ് പറഞ്ഞത്. കപ്പിത്താനുള്ള പ്രയോഗം ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, അതേപോലെ നമ്മുടെ നാട്ടിലെ സാധാരണ ജാതിയും മതവും ഒന്നും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ, മറ്റു സാധാരണ മനുഷ്യർ, ഇവരൊക്കെയാണ് കേരളത്തിന്റെ നായകരെന്ന് പറയുന്നത്. ഇവരൊക്കെയാണ്.
കേന്ദ്രമയച്ച സൈന്യവും കേരളത്തിലെ സാധാരണ ജനങ്ങളും. അവരുടെ ഇടപെടൽ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടൽ ഏറ്റവും വലിയ ഭയങ്കരമായി ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, പ്രളയത്തെ അതിജീവിക്കാൻ സഹായിച്ചപ്പം പിണറായി വിജയനും വീണ ജോർജും അങ്ങനെ സജി ചെറിയാനും ഒക്കെ കൈയടി മേടിക്കുക, പ്രളയത്തെ നേരിട്ടെന്നും പറഞ്ഞ്. യഥാർത്ഥത്തിൽ പ്രളയത്തെ നേരിടുകയാണ് ഇത്. പ്രളയത്തെ നേരിടുകയാണ് ഇത്. ആലോചിച്ച് നോക്ക്. ഇവർ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രളയത്തുരുത്തിലേക്ക് തള്ളിവിടുക, ഇത് കൊല്ലാൻ കൊടുക്കുക. ഇത് നാളെ ഒരു റീസണബിളായിട്ടൊരു ഗവൺമെൻറ് വരികയും ഒരു കുറ്റവിചാരണ ഇതിൻ്റെ പേരിൽ നടത്തുകയും ചെയ്താൽ ഞാനോ നിങ്ങളോ അശ്രദ്ധയോടെ ഒരു വാഹനം ഓടിച്ച് ഒരു അപകടം ഉണ്ടാക്കിയാൽ എന്താ ശിക്ഷ? വേണേൽ വധശിക്ഷ വരെ വരാം, കൊലക്കുറ്റത്തിന് കേസെടുക്കാം, അല്ലേ? അതിനേക്കാൾ അർത്ഥമായിട്ടാണ് ഈ വെള്ളം തുറന്ന് വിടാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ തുറന്നു വിട്ടു, എല്ലാവരും കൂടെ തുറന്നു വിട്ടു. എം എം മണിക്കും കുറച്ചൊക്കെ പങ്കുണ്ട്. അന്ന് ആ കാലഘട്ടത്തിലിരുന്ന രാഷ്ട്രീയ നേതാക്കൾ പിണറായി വിജയൻ അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ക്യാപ്റ്റൻ അറിയാതെ ഒന്നും നടക്കില്ല. വെള്ളം തുറന്നു വിടണോ കെട്ടണോ എന്നൊക്കെ തീരുമാനിച്ചതിൽ ക്യാപ്റ്റനും പങ്കുണ്ട്. ആ പങ്കുള്ള ക്യാപ്റ്റനെ നമ്മൾ പ്രളയത്തെ നേരിട്ട നായകൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന മണ്ടനാണ്. താങ്കൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ പോലെ നമ്മൾ അടിമകളാണ്. അത് വിശ്വസിക്കാൻ മാത്രം, അത് പ്രചരിപ്പിക്കാൻ മാത്രം. മൂട്ടിൽ മരമുറ കേസിൽ അല്ലെ റിപ്പോർട്ടർ. അല്ല, എനിക്കിതിൽ പറയുന്നത്, ഒരു സർക്കാർ എന്താണോ ചെയ്യേണ്ടത്, ആ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഒരു സർക്കാർ എന്താ ചെയ്യുക, അത് ഇവര് കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ കർത്തവ്യം. അല്ലാണ്ട് പിണറായി വിജയൻ ഒരു ചെറിയ വളവും തുഴഞ്ഞുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ പോയി ആരെങ്കിലും സഹായിക്കാനും ചെയ്തോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ പറയാം, നമുക്ക് രക്ഷകനാണെന്നൊക്കെ. അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. അതിന്റെ ടോട്ടൽ ഗൈഡൻസ് ഉണ്ടല്ലോ. ആ ഗൈഡൻസിൽ പോലും ചെയ്തിരിക്കുന്നതന്നെ കൊല്ലാൻ കൊടുക്കുകയായിരിക്കുന്നത്. 5-6 കോഴിയും അല്ലെ ആടിനെയും അറവുശാലയിൽ എനിക്കില്ല. ആ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണത്. അതിനെ ഇങ്ങനെ വലിയ ഒരു പർവ്വതീകരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അറവുശാലയിലേക്ക് കുറെ ആടിനെയും കോഴിയെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ കുറെ മനുഷ്യരെയും കൂടെ കൊണ്ടുപോയിട്ട് ഒരുമിച്ച് കൊന്നിട്ട് ഈ ബാക്കി മിച്ചം നിൽക്കുന്ന മനുഷ്യർക്ക് ഇറച്ചി കുറേശ്ശെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അതാണ് പിണറായി വിജയൻ ചെയ്തത്. ഇത്രയും പേരെ കുരുതിക്ക് കൊടുത്തിട്ട് കൊല വിളിച്ചിട്ട് എന്നിട്ട് അവരുടെ മാംസക്കഷ്ണം വിറ്റ് കാശാക്കാനായി മനുഷ്യൻ നോക്കി. അതല്ലേ പറഞ്ഞ ഞാനാ രക്ഷിച്ചത് നിങ്ങളെ. എങ്ങനെയാണ് രക്ഷിച്ചേ? ആ പിണറായി വിജയനെ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വർഗത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ആരാധിക്കാനുള്ള വർഗം, കാണിക്കിടാനുള്ള വർഗം, നൊയമ്പ് നോക്കാനുള്ള വർഗം. ആ വർഗത്തിൻ്റെ പിൻബലത്തിലാണ് പിണറായി വിജയൻ നമ്മുടെ മേൽ കുതിര കയറുന്നത്. ഈ മെയ് 4 വോട്ടെണ്ണും അന്ന് വരെ ഇത് ഉണ്ടാവുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ കേരളത്തിൽ മെയ് 9 നമ്മൾ വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നത് എന്തായിരിക്കണം ആലോചിക്കണം. ഓരോരുത്തരുടെ കണ്ണിൽ പ്രളയത്തെക്കാൾ ശക്തമായ തിരയാണ് അടിക്കേണ്ടത്. ആ തിരയടിച്ചാൽ ക്ലിഫ് ഹൗസ് മാത്രമല്ല പിണറായിയും ധർമ്മടവും എല്ലാം ഒഴിച്ചു പോകണം. എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അത്രയ്ക്ക് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കുറ്റമാണ് ചെയ്യേണ്ടത്. നാളെ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ കുറ്റവിചാരണ നടത്തുമോ? അതിന് പ്രതീക്ഷിക്കുക. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനോടോ ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. വസ്തുത നിരത്തി അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സർക്കാർ ചെയ്യുന്ന വീഴ്ചകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏത് പ്രതിപക്ഷവും ചെയ്യേണ്ടത്. ആ കാലങ്ങളിൽ ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങളെ ഉയർത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തീർക്കാനോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് UDF-ന് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടുകൂടിയാണ് വീണ്ടും ഒരു തുടർഭരണം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. LDF ആയിരുന്നു ഒപ്പോസിഷൻ പ്രതിപക്ഷത്തിരുന്നതെങ്കിൽ UDF-ന്റെ കാലത്താണ് ഇതേ സംഭവം, നമ്മൾക്ക് ജസ്റ്റ് വിചാരിക്കാം, ഇതേ സംഭവം UDF-ന്റെ കാലത്താണ് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഇവരെ വാഴ്ത്തുന്ന കുറെ അധികം അടിമകളുണ്ടല്ലോ. ആ അടിമകൾക്ക് എന്തായിരിക്കും അവരുടെ മറുപടി? കേരളം എന്തായിരിക്കും ആ അടിമകൾ പറയുക? ഒരു 10 KSRTC ബസ്സെങ്കിലും മുമ്പ് കത്തിച്ചേനെ. 10 KSRTC ബസ്സെങ്കിലും 10 മന്ത്രിമാരുടെ തലയെങ്കിലും അല്ലെ MLA-മാരുടെ തലയെങ്കിലും തല്ലിപ്പൊട്ടിച്ചേ മിനിമം. അതാണ്. അങ്ങനെ ചെയ്യാൻ ഈ പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. അത് പിണറായി വിജയൻ നൽകുന്ന നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് പറ്റുള്ളൂ. നയനാർക്ക് അത്രയും പറ്റണമെന്നില്ല. പിണറായി വിജയന് മാത്രം ക്രൂരമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ. എന്തുകൊണ്ട് പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുന്നത്? പിണറായി വിജയൻ്റെ മനസ്സൊരു ക്രൂരമായ മനസ്സാണ്. സഹതാവില്ല, കണ്ണീരില്ല. ആരും അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും? മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? ആലോചിച്ച കണ്ണീരിൻ്റെ അംശം വരാത്ത മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ കണ്ണീര് ഒരു തോന്നും. ആരെ കൊന്നാലും, ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഉണ്ടാവുമായിരിക്കും, ആരെങ്കിലും കൊന്നാൽ പോലും. TP ചന്ദ്രശേഖരനെ കഴിച്ച് എന്നാ പറഞ്ഞ
കുലംകുത്തി ഇല്ലേ, മരിച്ച് 51 വെട്ടുകൊണ്ട് കൊന്നിട്ട് വിളിക്കുകയാണ് കുലംകുത്തി. അതാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനോട് നമ്മൾ എങ്ങനെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യാതിരിക്കും? വ്യക്തിഹത്യ അല്ല ഇത്, സത്യം പറയലാണ്. സത്യം പറയൽ വ്യക്തിഹത്യയിൽ എത്തുമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഈ കൊള്ളനാട് നിന്ന് പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തെ രക്ഷിച്ചത് ഇവിടുത്തെ സാധാരണ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും അങ്ങനെയുള്ള കുറേയധികം ആളുകളാണ്. അവർക്കാണ് ഏറ്റവും വലിയ മുൻഗണന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഈ പ്രളയം വരുത്തിയിട്ട് ഇവിടെ ഇത്രയും ദുരിതങ്ങൾ വരുത്തി വെച്ചിട്ട് തങ്ങൾക്ക് ഗൾഫിൽ പോയി പിരിക്കാൻ അനുവാദം കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയ പാർട്ടികൾ പിരിക്കാൻ പോകണമെന്ന് പെർമിഷൻ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം കേരളത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം നമ്പർ 1 കേരളത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം അതീവ പരാജയമായിരുന്നു. കനാലുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു, വേസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, അങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പ്രളയം ഒരു വലിയ ദുരന്തമായി മാറിത്തീരുന്നതിൽ. അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി പരിപൂർണ പരാജയമായിരുന്നു. അതേപോലെ നമുക്ക് കാലാവസ്ഥയെ കുറിച്ച് ഈ ഫോർകാസ്റ്റ് തരുന്ന ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇത് പിന്നീട് തുറന്നു വിട്ടാൽ എന്താ സംഭവിക്കുന്നത്? എവിടെ നോക്കിയോ ചെറിയ സ്ഥലത്താണ് എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇവിടെ ഇടുക്കിയിലും ഒക്കെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തുറന്നു വിട്ടും ഇല്ലേ? ആ ഭാഗം മുഴുവൻ വേമ്പനാട്ടുകായലിൻ്റെ കിഴക്കൻ തീരും പടിഞ്ഞാറൻ തീരും എല്ലാ ഭാഗങ്ങളും വടക്കും തെക്കും എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ഒറ്റയടിക്ക്? അത് വരുത്തി എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം വരുന്ന ഒറ്റയാക്കാൻ പറ്റുള്ളൂ. അതാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ വിളിക്കുന്നത്. കാരണഭൂതനെ വിളിക്കുന്നത്. ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇപ്പോഴും ഇതൊരു ആരോപണമാണ് മാത്യു ടി തോമസ് പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്നു. വൈദ്യുതി മന്ത്രിയായിരുന്നു, ജനതാദളിന്റെ നേതാവുമാണ്. അതെ, പിന്നീട് അദ്ദേഹത്തെ മാറ്റി. ഈ ആരോപണം യഥാർത്ഥത്തിൽ വസ്തുതയായിരുന്നെങ്കിൽ ഇതുപോലുള്ള അന്ന് മഴ പെയ്തപ്പോൾ വലിയൊരു മഴയുണ്ടായപ്പം തുറന്നു വിടാതെ കാത്ത് വെച്ചുകൊണ്ടിരുന്നത് ഈ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ഇവർ കാണിച്ചത് ചെറ്റത്തരമല്ല, വെറും തെണ്ടിത്തരമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തെണ്ടിത്തരവും ചെറ്റത്തരവും അതിക്രൂരവുമായിട്ടുള്ള സംഗതിയാണ് ഇവർ ചെയ്തത്. അതിന് ഇനി ഒരു ദിവസം കൂടിയാണ് ഉള്ളത് ശിക്ഷിക്കാനുള്ള അവസരം. അപ്പൊ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത്. പിന്നീട് ഇവിടെ കൊണ്ടും തീർന്നില്ല, യാർത്തി ഇവിടെ കൊണ്ടും തീർന്നില്ല. തമിഴ്നാട്ടിലേക്ക് ഒരു വെള്ളം കൊടുക്കുന്ന കോൺട്രാക്ട് ഉണ്ട് നമുക്ക്, നിയമപരമായി തന്നെ ബൈൻഡിങ് ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. അന്തർ സംസ്ഥാന ജലവിതരണത്തിന്റെ നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായിട്ട് അങ്ങോട്ട് വെള്ളം കൊടുക്കാതെ അവിടുത്തെ കോൺട്രാക്ടർമാരെ സഹായിക്കും. എന്തായാലും അവസാനം നിർത്തുമ്പം എനിക്ക് ഇതേ പറയാനുള്ളൂ. എൻ്റെ നിഘണ്ടുവിൽ തൽക്കാലത്തേക്ക് ആ വാക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പല ഡാമുകളിലും സ്പിൽവേയിലൊക്കെ വെള്ളം തുറന്നു വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ തനി ചെറ്റത്തരമാണത്, രാഷ്ട്രീയ ചെറ്റത്തരമാണത് എന്ന് മാത്രമേ പറയാനുള്ളൂ.